എല്ലാവർക്കും നൗഷാദ് ദുബായ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. ഗീ റൈസ് വളരെ സിമ്പിളാണ്, ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ജസ്റ്റ് ഇതിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഓണിയൻ, ക്യാരറ്റ്, ആദ്യം നെയ്യ് ഒഴിക്കുക, പിന്നെ ഓണിയൻ, ക്യാരറ്റ്, കറിവേപ്പില, ജീരകം, വലിയ ജീരകം, ഓക്കെ, അതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം വഴറ്റി ഒന്ന് റെഡിയായി എന്ന് പറയുമ്പം അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തത്, അപ്പം 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിടുക. ഉപ്പ് വളരെ ലൈറ്റായിട്ട് ഇടാം കേട്ടോ. ഉപ്പ് കൂടിപ്പോയാൽ ഗ്രേസിൻ്റെ എല്ലാ ടേസ്റ്റും പോവും. അപ്പം വളരെ ലൈറ്റായിട്ട് കൊടുക്കുക. ലൈറ്റായിട്ട് ഉപ്പിൻ്റെ ചുവ ആ വെള്ളത്തിലുണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടാൻ പാടില്ല, ലൈറ്റായിരിക്കണം. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് ഞാൻ ഓൾറെഡി അരി ഇട്ട് നല്ല ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, കറിവേപ്പില ആദ്യം ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏലക്കായും അതൊക്കെ ഇട്ട് ഞാൻ പറയാൻ മറന്നുപോയി, ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലാഗിങ് ഉണ്ട്. അപ്പം ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം മൂടി വെച്ച്. ഓക്കെ, മൂടി വെച്ച് വളരെ ഫ്ലെയിം നേരത്തെ ഹൈയിലായിരുന്നു, ഇപ്പം ഫ്ലെയിം ലോയിലായി കൊടുക്കുക. വളരെ ലോയിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഓക്കെ കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമാണ് വേണ്ടതിന്. ആദ്യം തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ കംപ്ലീറ്റ് ലോ ഫ്ലെയിമിലായി കൊടുക്കുക. മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞ് ഏകദേശം ഒന്ന് വെള്ളം വറ്റി എന്ന് പറയുമ്പം മൂടിയെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. വേണ്ട, നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഗീ റൈസ് റെഡി ആയിരിക്കും. അപ്പോൾ ഇതൊന്നും കൂടി ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെക്കണം. ഫൈനൽ കംപ്ലീറ്റ് വെള്ളം ഒന്ന് വറ്റി നല്ല അടിപൊളി റൈസായിട്ട് വരും. സിമ്പിൾ പരിപാടിയാണ്. ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സേ വേണ്ടൂ ഗീ റൈസ് ഉണ്ടാക്കാൻ. അടിപൊളിയാണ്. ഇതിന് ചിക്കൻ കറി, ബീഫ് കറി അതാണ് ഏറ്റവും മാച്ചിങ്. പിന്നെ ഒരു പരിപ്പ് കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം നോക്കുക, റൈസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പൂ പോലത്തെ റൈസായി വന്നിട്ടുണ്ട്. പിന്നെ ഇളക്കി കുറച്ചും കൂടി ചെറിയൊരു ലൈറ്റായിട്ട് കുറച്ച് വെള്ളം കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഒന്ന് റെഡിയാക്കി ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കുക. ഓക്കെ, മൂടി വെച്ചതിന് ശേഷം